നമുക്കറിയാം വലിയ പെരുന്നാളിന് നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു വലിയൊരു കർമ്മമാണ് ഉദ്ഹിയ്യത്ത് എന്നുള്ളത്. അപ്പോൾ ഉദ്ഹിയ്യത്ത് ആത്മീയപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് ആത്മീയപരമായിട്ട് ഒരുപാടേറെ നേട്ടങ്ങളും ഒരുപാടേറെ പ്രതിഫലം ലഭിക്കുന്ന ഒരു സൽക്കർമ്മമാണല്ലോ ഉദ്ഹിയ്യത്ത് എന്നുള്ളത്. തീർച്ചയായിട്ടും വലിയ പെരുന്നാളിൻ്റെ അന്ന് നിർവഹിക്കപ്പെടുന്ന ഏറ്റവും വലിയൊരു സ്വതക്കയാണ്, പ്രതിഫലാർഹമായ കാര്യമാണ് ഏത് ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്നത്. നിങ്ങൾ പറഞ്ഞതുപോലെ സ്വഹാബത്ത് നബിയോട് ചോദിച്ചിട്ടുണ്ട് ഈ കാര്യം, എന്താണ് നബിയെ ഉദ്ഹിയ്യത്ത്, എന്താണ് ഈ ഉദ്ഹിയ്യത്ത് എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു, സുന്നത്തു അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പൂർവ്വപിതാവായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചര്യയാണിത്. അന്ന് മുതലാണ് വാസ്തവത്തിൽ എന്ത് തുടങ്ങുന്നത്, ഈ ഉദ്ഹിയ്യത്ത് സമ്പ്രദായം. നമുക്കൊക്കെ അറിയാം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും തൻ്റെ മകൻ്റെയും ഇസ്മായിൽ അലി ഇസ്ലാമിൻ്റെയും സ്മരണകൾ, ഓർമ്മകൾ അയവിറക്കിക്കൊണ്ടാണ് ഈ ഉദ്ഹിയ്യത്ത് ഇസ്ലാമിൽ വന്നിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ അക്കാര്യം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. വഫദൈനാഹു ബിദിബ്ഹിൻ അദീം. അതൊക്കെ നമ്മൾ ചരിത്രത്തിൽ ആവർത്തിക്കുന്നില്ല. ഏതാവട്ടെ, അങ്ങനെ വലിയൊരു ത്യാഗത്തിൻ്റെ ഭാഗമായി തൻ്റെ മകനെ സമർപ്പിക്കാൻ തയ്യാറായപ്പോൾ അള്ളാഹു തആല പകരമായി അതിന് നൽകിയ വലിയൊരു കർമ്മമാണ്, ലോകത്തുള്ള വിശ്വാസികൾക്കുള്ള കർമ്മമാണ് ഈ ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും അത് അവരുടെ ചര്യയാണെന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് വീണ്ടും ചോദിച്ചു, ഫമാലന ഫിഹാദി, അപ്പോൾ അതിൽ ഞങ്ങൾക്ക് എന്താ റോളുള്ളത്? ഇബ്രാഹിം നബിയുടെ ചര്യയാണ്, പക്ഷേ ഞങ്ങൾക്ക് എന്താണ് അതിലുള്ളത് എന്ന് ചോദിച്ചപ്പോൾ നബി പറഞ്ഞു, ബികുല്ലി ഷഅറത്തിൻ ഹസന, ഓരോ അറക്കപ്പെടുന്ന ആ മൃഗത്തിൻ്റെ രോമത്തിനും പ്രതിഫലമുണ്ടെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ആ ഉദ്ഹിയ്യത്തിന് നമ്മൾ വിചാരിക്കുന്ന അത്രയുള്ള പ്രതിഫലം ഒന്നും നമുക്ക് കണക്കാക്കാനാവാത്തത്ര പ്രതിഫലം അതിനുണ്ടെന്ന് നബി നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും അതിന് സാധിക്കുന്ന ഒരാൾ അത് ആ കർമ്മം നിർവഹിക്കേണ്ടത് അനിവാര്യമാണ്. അങ്ങനെ സാഹചര്യം ഉണ്ടായിട്ട് ഒരാൾ ചെയ്തില്ലെങ്കിൽ ഫലാ യഖ്റുബന്ന മുസല്ലാന, ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഞങ്ങൾ നിസ്കാരത്തിൽ ഞങ്ങളെ കൂടെ വരേണ്ടതില്ല എന്ന് വരെ നബി പറഞ്ഞു. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി അത് ഉപേക്ഷിക്കൽ കറാഹത്താണ്. തീർച്ചയായും ആ കർമ്മം നമ്മുടെ നിർവഹിക്കണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതെ, നമ്മൾ എത്രത്തോളം അതിൻ്റെ പ്രാധാന്യം ഉണ്ടെന്നുള്ളത് നമുക്ക് നിന്ന് മനസ്സിലാക്കാം. ഒരുപാടേറെ പ്രാധാന്യമുള്ളൊരു കർമ്മം തന്നെയാണ് ഉദ്ഹിയ്യത്ത്. പക്ഷേ ഈ ഒരു കർമ്മം എന്തെങ്കിലും സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാടേറെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ നിയ്യത്ത് എപ്പോഴാണ് വെക്കേണ്ടത്, അതുപോലെ ഏത് മൃഗത്തെയാണ് ഏറ്റവും മുൻഗണന ഉള്ളത്, ഏതൊക്കെ മൃഗങ്ങൾ നമുക്ക് അറക്കാൻ പറ്റും, ഉള്ള മൃഗങ്ങൾക്ക് എന്തൊക്കെ വിശേഷണങ്ങൾ ഉണ്ടാകണം, അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളും, പിന്നെ എപ്പോഴാണ് അറക്കേണ്ട സമയം തുടങ്ങുന്നത് അവസാനിക്കുന്നതും എപ്പോഴാണ്, അപ്പം അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ തീർച്ചയായും നമ്മൾ ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്നത് സാധാ ഒരു മൃഗത്തെ അറുത്ത് വിതരണം ചെയ്യുന്ന ഒന്നല്ല ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്നത്. അതിന് നിബന്ധനകൾ വിധേയമാണ്. ഭക്ഷ്യയോഗ്യമായ ഏത് മൃഗമാവണം എന്ന് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട്, അതിൻ്റെ വയസ്സ് നിർദ്ദേശിച്ചിട്ടുണ്ട്, എത്ര എണ്ണമാവണം, ഇങ്ങനെ ഓരോന്നും കൃത്യമായി ഇസ്ലാം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ആട്, മാട്, ഒട്ടകം, ഈ 3 മൃഗത്തിലാണ് വാസ്തവത്തിൽ ഉദ്ഹിയ്യത്തിന് പറ്റിയ മൃഗം എന്ന് പറയുന്നത്. അപ്പോൾ ആട്, മാട്, ഒട്ടകം ആവുമ്പോഴത്തെ അതിൻ്റെ വയസ്സും കൃത്യമായി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇസ്ലാം. കോലാടും അതേപോലെ മാടും ആവുമ്പോൾ അതിന് 2 വയസ്സ് പൂർത്തിയായിരിക്കണം എന്നുള്ളതാണ്. ഒട്ടകമാവുമ്പോൾ അതിന് 5 വയസ്സ് പൂർത്തിയായിരിക്കണം. അതേസമയം നെയ്യാടാവുമ്പോൾ അതിന് 1 വയസ്സ് പൂർത്തിയായിരിക്കണം, അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞ് അതിൻ്റെ പല്ല് കൊയ്യുകയോ ചെയ്താൽ അതും ഉദ്ഹിയ്യത്തിന് പറ്റിയ മൃഗമാണ്. ഈ വയസ്സൊക്കെ നമ്മളെങ്ങനെ കണക്കാക്കുക എന്ന് പറഞ്ഞാൽ, നമ്മളെ വീട്ടിൽ വളർത്തിയൊരു മൃഗമാണെങ്കിൽ നമുക്ക് അതിൻ്റെ കാലം വയസ്സൊക്കെ നമുക്കറിയാം, ഇത്ര കൊല്ലം മുമ്പ് പ്രസവിച്ചാണ് ഇത്രയാണ് നമുക്ക്. അതേസമയം നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് അന്വേഷിച്ചറിയണം, എന്നാലേ ഉദ്ഹിയ്യത്താവുള്ളൂ. ഇനിയിപ്പോൾ 2 വയസ്സ് അടുത്ത മാസം പൂർത്തിയാവും എന്ന് കരുതിയിട്ട് ഉദ്ഹിയ്യത്തിന് കൊടുത്താലും പൂർത്തിയാവുകയില്ല. കാലാവധി എന്ത് ചെയ്യണം, വയസ്സ് പൂർത്തിയായിരിക്കണം. ഒട്ടകാണെങ്കിൽ 5 വയസ്സ് പൂർത്തിയാവണം, മാടാണെങ്കിൽ 2 വയസ്സ് പൂർത്തിയാവണം. ഇത് വളരെ കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇതിന് നിയ്യത്തും വേണം. ഏതൊരു സൽക്കർമ്മവും സ്വീകരിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. അപ്പോൾ തീർച്ചയായും ഈ കാര്യത്തിൽ എന്ത് ചെയ്യണം, നിയ്യത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സുന്നത്തായ ഉദ്ഹിയ്യത്തിനെ ഞാൻ കരുതി എന്നാണ് നിയ്യത്ത് വെക്കേണ്ടത്. പക്ഷെ അത് എപ്പോഴാണ് വെക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നെങ്കിൽ അറവ് നടത്തുന്ന നേരം, നമ്മൾ അറക്കാൻ പോകുന്ന നേരം, അല്ലെങ്കിൽ നമ്മൾ മൃഗത്തെ മാറ്റി നിർണ്ണയിക്കുന്ന നേരമുണ്ട്, ഇതിൻ്റെ മൃഗം. ആ സമയത്തും എന്ത് ചെയ്യുക, ഈ സുന്നത്തായ ഉദ്ഹിയ്യത്തിനെ ഞാൻ കരുതി എന്ന് പറയാം. സമയം വാസ്തവത്തിൽ പെരുന്നാളിൻ്റെ ദിനത്തിലാണ് സൂര്യൻ ഉദിച്ചത് മുതൽ
ലളിതമായ 2 റക്അത്ത് സുന്നത്തായ നിസ്കാരവും ഖുതുബയും നിർവഹിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സമയം പ്രവേശിച്ചു കഴിഞ്ഞു. പിന്നെ പെരുന്നാളിൻ്റെ ദിവസം കഴിഞ്ഞ് 3 ദിവസമുണ്ട്, അയ്യാമു തശ്രീഖ് എന്ന് പറയുന്ന 3 ദിവസം. ഈ 3 ദിവസം വരെ അറവ് എപ്പോഴും നമുക്ക് അറക്കാം. ഏറ്റവും ഉത്തമം പെരുന്നാൾ ദിനത്തിൻ്റെ അന്ന് പെരുന്നാൾ നിസ്കാരം നിർവഹിച്ചതിന് ശേഷം ഏതാണ്ട് 20 മിനിറ്റ് കഴിഞ്ഞ് ആ സമയത്താണ് ഏറ്റവും ഉത്തമമായ സമയം. നമ്മൾ സാധാരണ ദുഹാന്റെ സമയമൊക്കെ പറയില്ലേ, ഏറ്റവും ഉത്തമമായ നേരം എന്ന് പറഞ്ഞാൽ ആ നേരത്താണ് അറവ് ഏറ്റവും ഉത്തമമായ നേരം, അറക്കാൻ ഏറ്റവും നല്ല നേരം. അപ്പോൾ നമ്മളിപ്പോൾ ഓരോ നിയമങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പലർക്കും ഈ വിഷയങ്ങളിലൊക്കെ വളരെയധികം സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ വിഷയങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് വ്യക്തമായി. പിന്നെ നമ്മുടെ നാട്ടിൽ വേറൊരു രീതിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പല മഹല്ലുകളിലും, എല്ലാ മഹല്ലുകളിലും സംഘടിതമായിട്ട് ഉദഹയ്യത്ത് നടക്കുന്നുണ്ട്. അതായത് വലിയൊരു തുക മുടക്കി ഒരാൾക്ക് ഒറ്റയ്ക്ക് ഉദഹയ്യത്ത് ഇറക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ല എങ്കിൽ 7 പേരോളം ഷെയർ കൂടിയിട്ട് നമുക്ക് ഉദഹയ്യത്ത് ഇറക്കാനുള്ളൊരു സൗകര്യമുണ്ട്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടാവും. കർമ്മശാസ്ത്രപരമായിട്ടും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും. അതായത് ആ കാര്യം വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട സംഗതികളാണ്. നമ്മൾ ഒരുപാട് ആളുകൾക്ക് വേണ്ടി മഹല്ല് കമ്മിറ്റി മൊത്തത്തിൽ ഉദഹിയത്ത് ഇറക്കാൻ ഏറ്റെടുത്ത് അങ്ങനെ ചെയ്യുമ്പോൾ അത് നിഷ്ഫലമായി പോകുന്ന, ആ ഉദഹിയത്തിൻ്റെ ഫലം ലഭിക്കാതെ പോകുന്ന സാഹചര്യം പലപ്പോഴും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം, മാടിലും ഒട്ടകത്തിലൊക്കെ 7 വരെ പോകാം, 7ൻ്റെ മേലെ പാടില്ല. കൂറാകുകയാണെങ്കിൽ 7 താഴെ ആവുന്നത് കൊണ്ട് പ്രശ്നമില്ല, 7നേക്കാൾ കൂടാൻ പാടില്ല. അപ്പോൾ ഈ സമയത്ത് വളരെ കൃത്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം, 7 ആളുകൾ, ഞങ്ങൾ 7 പേര് കൂടിയിട്ട് ഒരു മൃഗത്തിനെ തീരുമാനിക്കാനും മാർക്കറ്റിൽ പോയി വാങ്ങാനും തീരുമാനിക്കുമ്പോൾ അത് പ്രശ്നമല്ല. കാരണം നമ്മൾ 7 ആളുകൾ മാത്രമേ അവിടെ ഉള്ളൂ. ഒരു മഹല്ലിൽ ഒരു പക്ഷേ 50 ആളുകൾക്ക് ഇങ്ങനെ തുടങ്ങി എല്ലാവർക്കും കൂടി വാങ്ങുന്ന സമയത്ത് വളരെ ഗൗരവമായിട്ട് നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കേണ്ട ഒരുപാട് സംഗതികൾ അവിടെ ഉണ്ട്. ഇവിടെ മാർക്കറ്റിൽ നമ്മൾ മൊത്തം വിലക്ക് വാങ്ങി വന്ന് നാട്ടിലെത്തിയിട്ട് ഈ പറയപ്പെട്ട ഓരോരുത്തർക്കും, അപ്പം നമ്മൾ ഉദഹിയത്തിൻ്റെ മൃഗമായിട്ടല്ല വാങ്ങണത്, അവിടുന്ന് മൃഗം വാങ്ങാൻ വേണ്ടി പോയി മാർക്കറ്റിൽ നിന്ന് വാങ്ങി വന്നു. ഇവിടെ പല ഐറ്റംസ് മൃഗങ്ങളുണ്ടാവും, വില വ്യത്യാസം ഉണ്ടാവും. അതൊക്കെ ഇവരോട് മൊത്തത്തിൽ പറഞ്ഞ് ഈ ഏറ്റക്കുറവിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതം വാങ്ങിയതിന് ശേഷം എന്ത് ചെയ്യുക, ഓരോരുത്തർക്ക് 7 വിഭാഗത്തിന് ഒരു മൃഗത്തെ അവിടെ നിർണയിച്ചു കൊടുത്തിട്ട് അറവ് നടത്തുക. അപ്പോൾ പിന്നെ 7 ആളുകൾക്ക് ഒരു മൃഗം കൃത്യമായി അവിടെ നിർണയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉദഹിയത്ത് വിതരണ സമയത്തൊക്കെയും വളരെ സൗകര്യപൂർവ്വം നമുക്ക് ചെയ്യാൻ കഴിയും ആ ഒരു സാഹചര്യം. അല്ലാതെ ബൾക്കായി മൊത്തത്തിൽ നമ്മളെടുത്ത് അങ്ങനെ എല്ലാവർക്കും കൂടി വേണ്ടി ഒരു അറവ് എന്ന് നടത്തിയാൽ തീർച്ചയായും അത് ഉദഹിയത്തായിട്ട് പരിഗണിക്കപ്പെടുകയില്ല. അപ്പോൾ സംഘടിതമാകുമ്പോൾ തീർച്ചയായിട്ടും ഒരാൾക്ക് സ്വന്തം ചെയ്യാൻ കഴിയുന്നുണ്ട് എങ്കിൽ അതാണ് ഏറ്റവും പ്രതിഫലമുള്ളത്. ഒരാടിനെ ഒറ്റക്കറക്കുകയാണ്, മാടിനെ ഒറ്റക്കറക്കുകയാണെങ്കിൽ അതിന് കഴിവുള്ളവർക്ക് അത് ചെയ്യാം. നേരെ മറിച്ച് അതിന് സാഹചര്യം ഇല്ലാത്തവർക്ക് അവർക്ക് ഈ 7 ഒരു പങ്കാളിയായിട്ട് തീർച്ചയായിട്ടും കൂടാം. അത് വളരെ പുണ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സംഘടിതമായിട്ട് ഉദഹിയത്ത് എങ്ങനെയാണ് ഇറക്കുക എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ഇനി ഇത് ഓഹരി വെക്കുന്നൊരു വിഷയമാണ് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാനുള്ള വേറൊരു വിഷയം. അപ്പോൾ ഓഹരി വെക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? അതായത് ഇപ്പോൾ ഫർളായിട്ടുള്ള ഉദഹിയത്താണെങ്കിൽ ആർക്കൊക്കെ നൽകാൻ പറ്റില്ല, ആർക്കൊക്കെ നൽകാൻ പറ്റും. അതുപോലെ സുന്നത്തായിട്ടുള്ള ഉദഹിയത്താണെങ്കിലും അതിലൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ സൂചിപ്പിച്ചത്. സുന്നത്തായ ഉദഹിയത്തും നേർച്ചയാക്കപ്പെട്ട ഫർളായ ഉദഹിയത്തും തമ്മിൽ എങ്ങനെ കൈകാര്യം ചെയ്യണം, വളരെ കൃത്യമായി ചെയ്യേണ്ട ഒരു സംഗതിയാണത്. ഫർളായ നേർച്ചയാക്കിയ ഒരു ഉദഹിയത്ത് മൃഗമാകുമ്പോൾ അത് അർത്ഥവനക്ക് പോലും സ്വന്തം എടുക്കാൻ പറ്റില്ല. അത് മുഴുവനും അതിൻ്റെ അവകാശികൾ ഫക്കീർ മിസ്കീനുകൾക്കാണ്. ഒന്നുപോലും അതിൽ നിന്ന് എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. അത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ നേർച്ചയാക്കപ്പെട്ട മൃഗം അത് അതിൻ്റെ അവകാശികൾ ആരാണ്? ഫക്കീറും മിസ്കീനുമാണ്. അതേസമയം നമ്മൾ അധികവും സുന്നത്തായ ഉദഹിയത്താണ് നമ്മൾ അറക്കാറുള്ളത് സാധാരണഗതിയിൽ. അങ്ങനെ ആകുമ്പോൾ അതിൽ നിർബന്ധം കുറഞ്ഞ ഭാഗമെങ്കിലും ഫക്കീർ മിസ്കിന് കൊടുത്തിരിക്കണം എന്നുള്ള, ബാക്കിയൊക്കെ ആർക്ക് എടുക്കാം? അറക്കുന്ന ആൾക്ക് എടുക്കാൻ പറ്റും. എന്നാൽ അവിടെ ഏറ്റവും ഉത്തമം എന്താണെന്ന് പറഞ്ഞാൽ കുറഞ്ഞത് അവനെടുത്തിട്ട് ബാക്കി മുഴുവൻ എന്ത് ചെയ്യുക? സ്വതക്ക ചെയ്യലാണ് ഏറ്റവും ഉത്തമമായ രൂപം. അവനക്ക് കുറച്ചെടുത്തിട്ട് ബാക്കി മുഴുവനും സ്വതക്ക ചെയ്യുക. എന്നാൽ നമ്മുടെ നാട്ടിൽ അത് 3 ഓഹരിയാക്കലുണ്ട്. അവനക്കൊരു ഓഹരി, അവൻ്റെ ബന്ധപ്പെട്ട ആളുകൾക്ക് ഒക്കെ ഒരു ഓഹരിയാക്കിയിട്ട്, പിന്നെ ധനികർക്ക് ഒരു ഓഹരി, പിന്നെ സാധുക്കൾക്കൊരു ഓഹരി, ഇങ്ങനെയൊക്കെ ഓഹരിയാക്കുന്നതിൽ കൊണ്ട് തടസ്സങ്ങളൊന്നുമില്ല. പക്ഷെ അതിൻ്റെ ഏറ്റവും ഉത്തമം കുറഞ്ഞത് അവനെടുത്ത് ബാക്കി മുഴുവൻ എന്ത് ചെയ്യുക? നൽകലാണ് അതിൻ്റെ ഏറ്റവും ഉത്തമമായ രൂപം.
അപ്പോൾ ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തു. അതായത് ഇപ്പോൾ ഫർളായിട്ടുള്ള ഉളഹിയത്താണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാംസത്തിൽ നിന്ന് അറുക്കുന്ന ആൾക്ക് പോലും എടുക്കാൻ പറ്റില്ല എന്നുള്ളത് പലർക്കും ചിലപ്പോൾ പുതിയൊരു അറിവായിരിക്കും. നമ്മൾ അവസാനമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്, അതായത് നമ്മുടെ പെരുന്നാൾ ദിവസം ആ ഒരു പെരുന്നാളിൻ്റെ സന്തോഷത്തിൽ നമ്മുടെ സഹോദര സമുദായങ്ങളും പങ്കുചേരാറുണ്ട്. അതെ, തീർച്ചയായും വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ഒരു ആരാധനയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു മഹത്തായ കർമ്മമാണ്. നമ്മൾ പറഞ്ഞു, ഓരോരുത്തർക്കും നല്ല ശക്തമായ സുന്നത്തുള്ള കാര്യമാണ്. നമ്മൾ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. വിതരണത്തിൽ വരെ എങ്ങനെയൊക്കെ വിതരണം ചെയ്യണം എന്നൊക്കെ നമ്മൾ കൃത്യമായി പറഞ്ഞു. അപ്പോൾ ഈ കാര്യത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒന്ന്, ഇത് നമ്മുടെ സമുദായത്തിൽപ്പെട്ടവർക്കൊക്കെ അന്ന് അവരെ സൽക്കരിക്കുന്നതിനോ അല്ലെങ്കിൽ മാംസം നമ്മൾ വേറെ മേടിച്ചു കൊടുത്ത് അവരെ സ്വീകരിക്കുന്നതിനോ ഒന്നും തടസ്സങ്ങളില്ല. നേരെ മറിച്ച് ഇത് ഒരു സുന്നത്തായ ഒരു ഉളുഹിയത്ത് കർമ്മമായതിൻ്റെ പേരിൽ ഇത് നമ്മുടെ നിയമം ഇസ്ലാം അനുവദിക്കുന്നത് അത് ഈ മുസ്ലിം വിഭാഗത്തിനാണ് നൽകാൻ ഇസ്ലാം അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ അനുവാദത്തിൻ്റെ ഭാഗമാകുമ്പോൾ, അത് ആരാധനയുടെ ഭാഗമാകുമ്പോൾ, എല്ലാ മതക്കാരും അങ്ങനെ തന്നെയാണ്. അവരുടെ മതത്തിൽപ്പെട്ട കാര്യങ്ങൾ തീർച്ചയായും ആ മതത്തിൻ്റെ ചട്ടക്കൂടിൽ തന്നെ കൊണ്ടുപോകണം എന്നാണ് ഏത് മതക്കാരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മതത്തിലുള്ള നിയമങ്ങളെ മാറ്റിമറിച്ച് ഒരു മതസൗഹാർദ്ദം എന്നതൊന്നും നമുക്ക് നടപ്പാക്കേണ്ട കാര്യമില്ല. നേരെ മറിച്ച് അവർക്ക് നമുക്ക് കൊടുക്കാം, നമുക്ക് അവർക്ക് വേറെ മാംസം വാങ്ങി നമ്മൾ സൽക്കരിക്കുകയോ മറ്റോ ഒക്കെ ചെയ്യാം. ഇത് ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേക നിയമമാണ്, അത് ആർക്കൊക്കെ നൽകണം. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നേർച്ചയാക്കിയാൽ വാസ്തവത്തിൽ ഒരാളെ മൃഗം വാങ്ങി, അയാൾ വാങ്ങിയ മൃഗമാണ്, നേർച്ചയാക്കിയതാണ്. അപ്പം ഈ നേർച്ചയാക്കിയ മൃഗം വാസ്തവത്തിൽ അതിൻ്റെ എല്ലാ സാമ്പത്തിക ചെലവൊക്കെ ചെയ്ത ആ വ്യക്തിക്ക് അതിൽ നിന്ന് പോലും എടുക്കാൻ കഴിയില്ല. അപ്പം ഇത് എന്തോ ഒരു യുക്തിരഹിതമാണെന്ന് നമ്മൾ ആലോചിക്കാൻ പാടില്ല. കാരണം അത് ഇസ്ലാമിൻ്റെ നിയമമാണ്. അവിടെ അവ നിയമത്തെ പാലിക്കുക എന്നതിൻ്റെ പേരിൽ ഇത് അവർക്കൊന്നും ഇത് വാങ്ങാൻ അവർ വരികയുമില്ല. അവർക്ക് ഇതിനെക്കുറിച്ച് നിയമം നന്നായി ബോധ്യമുള്ളവരുമാണ്. അപ്പം അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഏകദേശം ഒരു വഹീയത്തിന് മുഴുവൻ കാര്യങ്ങളും ഏകദേശം അടിസ്ഥാനപരമായിട്ടുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യാനായിട്ട് സാധിച്ചു. അൽഹംദുലില്ലാഹ്, കുറഞ്ഞ സമയമാണെങ്കിലും ഇത് ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ഈ സമയമൊന്നും മതിയാകില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങളിലേക്ക് പിന്നീട് അങ്ങോട്ട് വിശദീകരണം പലതിലേക്കും പോകും. പക്ഷേ ഇതൊരു പ്രഥമമായി മനസ്സിലാക്കേണ്ട വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു നമ്മുടെ ഈ നന്മകളൊക്കെ അള്ളാഹു കബൂലാക്കി അവൻ ഇഷ്ടപ്പെടുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.